കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന പരാതിയിൽ പ്രതിയായിട്ടുള്ള രാഹുലിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയേക്കും എന്നുള്ളതാണ് കോഴിക്കോട് എന്നുള്ളൊരു വാർത്ത. അഭിനയാണ് അതിന്റെ വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത്. അഭിന, പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് ഒരു സമയത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മാധ്യമങ്ങൾ നിറഞ്ഞൊരു സംഭവമായിരുന്നു. വീണ്ടും അത്തരത്തിലൊരു സംഭവം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ പ്രതിയായിട്ടും പരാതിക്കാരിയായിട്ടും വരുന്നതും അന്നത്തെ അതേ സമാന ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പരാതിക്കാരി ഉറച്ചു നിൽക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടി സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു സാഹചര്യമാണ്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? തീർച്ചയായും എബി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ആശങ്ക ഈ പറയുന്ന യുവതിയുടെ മൊഴിയുടെ ഒരു പേരിൽ നമുക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൂടാതെ തന്നെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഈ ഒരു കേസിൽ ഇന്നലെ ഏറെ വൈകിയാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഫാറൂഖ് ഗവൺമെന്റ് ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ മെഡിക്കൽ പരിശോധന, വൈദ്യപരിശോധന എല്ലാം പൂർത്തിയായതിനു ശേഷം ഏറെ വൈകിയാണ് രാഹുലിനെ ഇന്നലെ വൈകിട്ടോടുകൂടി ജില്ലാ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. പിന്നീട് 2 ആഴ്ചത്തേക്കാണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കേസ് വീണ്ടും 29-ന് പരിഗണിച്ചേക്കും. ഏതായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് രാഹുലിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകുകയും ചെയ്യും. അതുകൂടാതെ തന്നെ ഈ ഒരു യുവതി മൊഴി മാറ്റിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഈ ഒരു കേസ് റദ്ദാക്കിയിരുന്നത്. തുടർന്ന് ഈ ഒരു കേസ് വീണ്ടും പുനർപരിശോധിക്കണമെന്നൊരു ആവശ്യം കൂടെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൂടാതെ തന്നെ നിലവിൽ ഇപ്പോൾ ഈ ഒരു യുവതിയുടെ വീട്ടിലാണ്, യുവതിയുടെ വീടായ പറവൂരിലാണ് ഇപ്പോൾ യുവതി ഉള്ളത് എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാഹുലിനെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് രാഹുൽ വലിയ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. മാധ്യമങ്ങൾ അദ്ദേഹത്തോട് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ പോലും അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തോടു കൂടി, ഒരു ചിരിയോടുകൂടി അദ്ദേഹം പറയുന്നത് മൊഴി മാറ്റും എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അത്രത്തോളം ഒരു ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ പോലും ഈ ഒരു യുവതിയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും പിതാവ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നാണ് പിതാവ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു ആശങ്കയും പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം ഈ ഒരു യുവതി കഴിഞ്ഞ ദിവസം യുവതിക്ക് കറിയിൽ ഉപ്പില്ല അല്ലെങ്കിൽ പുളിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യുവതിയെ മർദ്ദിക്കുകയും തുടർന്ന് ആശുപത്രിയിലേക്ക് വരുന്നത് വഴി ഇത്തരത്തിൽ ആംബുലൻസിൽ വെച്ച് വീണ്ടും മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ആശുപത്രിയിൽ എത്തുകയും ആശുപത്രി അധികൃതർ ഈ ഒരു വിഷയം പോലീസിൽ അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് പോലീസ് വന്ന് വീണ്ടും ഒരു മൊഴി എടുക്കുന്ന സമയത്ത് യുവതി മൊഴി മാറ്റി പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എങ്കിൽ പോലും ഈ ഒരു മൊഴി മാറ്റും എന്ന് അറിയാവുന്നത് കൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും പോലീസുകാർ ഈ ഒരു വിഷയം, ഈ ഒരു യുവതിയുടെ മൊഴി വീഡിയോയിൽ പകർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2 തവണ മൊഴി എടുക്കുമ്പോഴും ഇത്തരത്തിൽ പോലീസുകാർ വീഡിയോ എടുത്തുകൊണ്ടാണ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ തന്നെ വീട്ടുകാർ വന്നതിന് ശേഷം വീണ്ടും ഒരു മൊഴി എടുക്കുകയും ചെയ്തു. പിന്നീട് ഈ ഒരു മൊഴിയിലാണ് യുവതി ഉറച്ചു നിൽക്കുന്നത്. ഏതായാലും ഈ ഒരു കേസുമായി യുവതിയുടെ കുടുംബം മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മറുഭാഗത്ത് കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം, യുവതിയുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം യുവതി മൊഴി മാറ്റി നൽകുമെന്നൊരു ആശങ്കയും, എന്നാൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം യുവതിയുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം മൊഴി ഏതൊക്കെ രീതിയിലായിരിക്കും, യുവതി ഇനി മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുമോ അല്ലെങ്കിൽ മൊഴി മാറ്റുമോ എന്നൊരു ആശങ്ക കുടുംബത്തിനുണ്ട്. എന്നാൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഈ ഒരു യുവതി വീണ്ടും ഇത്തരത്തിൽ യുവതി മാറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. എബി, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ ഗാർഹിക പീഡന കേസ് വീണ്ടും വരികയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് അഭിന കോഴിക്കോട് നൽകിയിരിക്കുന്നത്.